പാലോട് രവിയുടെ രാജിയാണല്ലോ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പാലോട് രവിയുടെ രാജി കോൺഗ്രസ് എഴുതി വാങ്ങിക്കുമ്പോഴും രവി ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പാലോട് രവി മാധ്യമങ്ങൾക്ക് മുൻപിലല്ല ഈ പ്രശ്നം പറഞ്ഞത്. പാലോട് രവി തന്നെ വിളിച്ച അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു പ്രാദേശിക നേതാവിനോടാണ് പരസ്പര സംഭാഷണത്തിനിടയിൽ ഈ പ്രശ്നങ്ങളൊക്കെ പറയുകയുണ്ടായി. അതിന്റെ പേരിൽ പാലോട് രവിയുടെ രാജി കോൺഗ്രസ് നിർബന്ധിച്ച് എഴുതി വാങ്ങുന്നു. പക്ഷേ ആ രാജി എഴുതി വാങ്ങിയതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാലോട് രവി പറഞ്ഞത് LDF കേരളത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരും, BJP കാശ് കൊടുത്തടക്കം വോട്ട് വാങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഈ സംഘടനാ ദൗർബല്യം കാരണം കോൺഗ്രസ് മുച്ചൂടും മുടിയും ഉച്ചികുത്തി വീഴും, തകർന്നു പോകും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ സംഘടനാ ദൗർബല്യങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ സ്വന്തം പാർട്ടിയുടെ പ്രാദേശിക നേതാവിനോട് ആശങ്ക പങ്കുവച്ച പാലോട് രവിയെ സസ്പെൻഡ് ചെയ്താൽ മതിയാകുമോ എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ LDF സർക്കാർ വീണ്ടും വരും എന്ന് പറഞ്ഞതിന് പാലോട് രവിയെ സസ്പെൻഡ് അല്ലെങ്കിൽ പാലോട് രവിയുടെ രാജി എഴുതി വാങ്ങുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. നാഴികയ്ക്ക് 40 വട്ടം നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ശശി തരൂരിനെതിരെ എന്തുകൊണ്ട് ഇപ്പോൾ കാണിച്ച ഈ ആർജവത്തിന്റെ ഒരു തരിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്നില്ല? അതോ ഇനി മോദിയെ പുകഴ്ത്തിയാൽ കുഴപ്പമില്ല എന്നതാണോ കോൺഗ്രസിന്റെ നിലപാട്? അതിനും മറുപടി പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമുള്ള വാർത്തകളുമായി കമലേഷ് എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നമുക്ക് നോക്കാം എന്താണ് കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഇവിടെ പാലോട് രവിയുടെ രാജി ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതിനെ തുടർന്ന് നിർബന്ധമായി എഴുതി വാങ്ങുന്നു. പക്ഷേ ആ രാജി എഴുതി വാങ്ങിയത് കൊണ്ട് പാലോട് രവി ആ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞ കോൺഗ്രസിന്റെ സംഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? മനു, ഒരിക്കലുമില്ല. അതൊരു ആ ഒരു ചിന്ത പോലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഇപ്പോൾ ഒരു നടപടി വന്നു എന്നുള്ളത് മാത്രമാണ്. അതായത് ഈ വിഷയം വലിയ ചർച്ചയാവാതിരിക്കാൻ അത് ഒതുക്കി തീർക്കാനുള്ള ഒരു ഇടപെടലാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും നടക്കുന്നത്. ഈ വിഷയം എങ്ങനെയും ഒതുക്കി തീർക്കുക, മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് പാലോട് രവിയുടെ ഈ തുറന്നു പറച്ചിൽ എന്നുള്ളതാണ്. അത് ഒരു രാജി എഴുതി വാങ്ങിയത് കൊണ്ട് മാത്രം അതിലൊരു മാറ്റമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളതാണ്. അത് പാലോട് രവിയുടെ മാത്രം ചിന്തയല്ല. കോൺഗ്രസിനകത്തെ ഒരു വിഭാഗം നേതാക്കളെല്ലാം തന്നെ സമാന ചിന്താഗതിക്കാരായ ആളുകളാണ്. കോൺഗ്രസ് ഇത്തവണയും വലിയ പരാജയത്തിലേക്ക് പോകുമെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറയാതെ പറയുന്നുണ്ട് അവർ പാർട്ടി പ്രവർത്തകർക്കിടയിൽ, നേതാക്കൾക്കിടയിൽ അത്തരം സംസാരങ്ങൾ നേരത്തെ തന്നെയുണ്ട്. അങ്ങനെ ഒരു ആശങ്കയാണ് സ്വാഭാവികമായും പാലോട് രവിയും കഴിഞ്ഞ ദിവസം ഒരു പ്രാദേശിക പ്രവർത്തകനോട് പങ്കുവെച്ചത്. പക്ഷേ അത് പുറത്തു വന്നതോടുകൂടി അത് വലിയ ഒരു ചർച്ചയായി ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസിന് അത് വലിയ ക്ഷീണമുണ്ടാക്കുന്ന സാഹചര്യമായി അത് വരികയും ചെയ്തു. അതായത് ഈ സാഹചര്യത്തെയൊക്കെ, അതായത് മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരും എന്ന സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് കോൺഗ്രസ് നാട്ടിലാകെ നടക്കുന്നത്. ഏത് വിഷയമുണ്ടെങ്കിലും അതിൽ വിവാദമുണ്ടാക്കാനും അത് സർക്കാരിനെതിരെ തിരിക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പലതരത്തിൽ നുണകൾ മാത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സർക്കാരിനെതിരെ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പാലോട് രവി ഈ സത്യമൊക്കെയും വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം. അത് വലിയ തിരിച്ചടി. അതായത് ഇത്രയും കാലം കോൺഗ്രസ് എടുത്ത പണിയൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെയാകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. അതിലെന്ത് ചെയ്യണം, ഇനി എങ്ങനെ ഇതിനെ മറികടക്കണം എന്ന ഒരു ചിന്തയാണിപ്പോൾ, അത്തരമുള്ള ആലോചനകളാണിപ്പോൾ കോൺഗ്രസ് ക്യാമ്പിനകത്ത് നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത് ഇപ്പോൾ നിലവിൽ സംഭവിച്ചിട്ടുള്ളത് പാലോട് രവിയോട് നിർബന്ധിച്ച് DCC അധ്യക്ഷ പദത്തിൽ നിന്ന് രാജി എഴുതി വാങ്ങുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് കരുതുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പുല്ലമ്പാറ ജലീൽ എന്ന് പറയുന്ന ആളിനെ, ഈ ജലീൽ എന്നയാൾ അവിടുത്തെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കൂടിയാണ് കോൺഗ്രസിൻ്റെ, അയാൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടതിൻ്റെ ഭാഗമായിട്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ചെറിയ ചില നടപടികൾ എടുത്തതുകൊണ്ട് മാത്രം ഈ വിഷയം സത്യമല്ലാതാകുന്നില്ല. ഇത് യാഥാർത്ഥ്യം അല്ല, മറ്റൊരു തരത്തിലേക്ക് മാറ്റാൻ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യം. ഏതായാലും ഇതിനെ വലിയ ഒരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരേണ്ട എന്ന ഒരു ആശയമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളാണ് കോൺഗ്രസ് ക്യാമ്പിനകത്ത് നടക്കുന്നത്. എങ്ങനെയും ഈ വിഷയം ലൈവായി നിൽക്കുന്നതിന് പകരം അത് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കോൺഗ്രസ് ക്യാമ്പിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള അതിനെ സംബന്ധിച്ച ആലോചനകൾ നടക്കുന്നുണ്ട്.
കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് അടക്കം ഈ വിഷയത്തിൽ, അതായത് പാലോട് രവിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് എന്തെങ്കിലും പിശകല്ല, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ പാലോട് രവി പറഞ്ഞത് എന്ന കാര്യത്തിൽ KPCC പ്രസിഡന്റിനും തർക്കമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു ദുരുദ്ദേശത്തിന്റെ ഭാഗമായി പറഞ്ഞ ഒരു കാര്യമല്ല ഇത്, പ്രവർത്തകരെ ജാഗരൂകരാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന പാലോട് രവിയുടെ വിശദീകരണത്തെ KPCC പ്രസിഡന്റും അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. പക്ഷേ ഈ സത്യം അങ്ങനെ വിളിച്ച് പറഞ്ഞത് വലിയ അബദ്ധമായി പോയി എന്നത് തന്നെയാണ് നിലവിലെ സാഹചര്യം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പാലോട് രവിക്കെതിരെ ഒരു നടപടി, അതായത് കാര്യമായ നടപടി എന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ നിർബന്ധിച്ച് രാജി എഴുതി വാങ്ങുന്ന നിലയാണ് പാലോട് രവിയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ അങ്ങനെ KPCCയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അതേസമയം മറ്റ് പ്രവർത്തകരെ, അതായത് ഈ ശബ്ദരേഖ പുറത്തുവിട്ട പ്രവർത്തകനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി, അതായത് അടുത്ത തവണ ഏത് വിധേനയും ഭരണം പിടിക്കുക എന്ന ചിന്ത മാത്രം മുൻനിർത്തി മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ പറയും UDF കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരാൻ വേണ്ടി പോവുകയാണ്, 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും മാധ്യമങ്ങളോട് പറയാറുണ്ട്. പക്ഷേ അത് സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ പോലും ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ലല്ലോ എന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുന്നില്ലേ? ഈ പറയുന്നതൊക്കെ വെറും പുക മാത്രമാണെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന നേതാക്കൾക്ക് വരെ അറിയാം. സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതെയാകും എന്ന വലിയ ആശങ്കയാണ് പാലോട് രവി പങ്കുവച്ചത്. അവിടെ അതിൻ്റെ LDF വരുമെന്നുള്ളതൊക്കെ മറ്റു പ്രധാനപ്പെട്ട ഘടകങ്ങൾ മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അതെന്തുകൊണ്ട് പാലോട് രവി പറഞ്ഞ വിഷയങ്ങൾ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല? ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അവഗണിച്ചു പോയാൽ അത് കോൺഗ്രസിന് എത്രമാത്രം ശുഭകരമാണ് എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ കമലേഷ്? മനു, തീർച്ചയായും ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ്. അതായത് പാലോട് രവി പറയാൻ ഉദ്ദേശിച്ചതും ഈ കാര്യം തന്നെയാണ്. അതായത് ഒരു തരത്തിലും കോൺഗ്രസിന് ഇനി തിരിച്ചു വരാൻ കഴിയാത്ത നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത് എന്നാണ് ആ ഓഡിയോ സന്ദേശത്തിൽ അല്ലെങ്കിൽ ആ ശബ്ദരേഖയിൽ തന്നെ പാലോട് രവി വ്യക്തമാക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഈ പ്രവർത്തകനോട് പറയുന്നുണ്ട്, നീ എഴുതി വെച്ചോളൂ, അതായത് പാലോട് രവി DCC അധ്യക്ഷൻ പറയുന്നത് നീ എഴുതി വെച്ചോളൂ, കൃത്യം 1 വർഷത്തിനപ്പുറം നിങ്ങൾ അന്ന് തന്നെ ഇത് പ്രവചിച്ചിരുന്നല്ലോ എന്ന് നീ വിളിച്ചെന്നോട് പറയും. ആ നിലയിലേക്ക് കോൺഗ്രസ് തകരാൻ പോവുകയാണ് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. തമ്മിലടിയും കാലുവാരലും മാത്രമാണ് സംഘടനക്കകത്ത് കോൺഗ്രസിനകത്ത് നടക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അതിനൊരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പാലോട് രവി പറയുന്നത് പ്രകാരം 3ാം സ്ഥാനത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കോൺഗ്രസ് പിന്തള്ളപ്പെടുമെന്നാണ് പാലോട് രവി പറയുന്നത്. പക്ഷേ അത്തരത്തിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ പക്ഷേ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിലാണ് തമ്മിലടിക്കുന്നത്. അതിൽ ചെന്നിത്തലയാണോ, VD സതീശനാണോ, KC വേണുഗോപാലാണോ, ശശി തരൂരാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ, അതോ ഇനി K സുധാകരനാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തമ്മിലടിയാണ് നടക്കുന്നത്. എങ്ങനെയും താനാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആൾ എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വരുന്നതിനുള്ള തമ്മിലടി മാത്രമാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത്. അതിനു വേണ്ടിയുള്ള കാലുവാരലുകൾ മാത്രമാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത് എന്ന് തന്നെയാണ് വളരെ കൃത്യമായി പാലോട് രവി പറയുന്നത്. അത് മാറിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു മനോഭാവം മാറി ഈ സംഘടനക്കകത്തുള്ള ദൗർബല്യങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയൂ. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഗതി അധോഗതിയാണ്. നിലവിലെ സാഹചര്യം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഗതി അധോഗതിയാണ്. എടുക്കാച്ചരക്കായി കോൺഗ്രസ് പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മാറാനുള്ള സാധ്യതയാണ് അദ്ദേഹം കാണുന്നത്. അത് തന്നെയാണ് അദ്ദേഹം ആ പ്രവർത്തകരോട് പറയുകയും ചെയ്യുന്നത്. ഏതായാലും അടുത്ത തവണ LDF സർക്കാർ 3ാമതും അധികാരത്തിലെത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവും അദ്ദേഹത്തിനില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്, നീ നോക്കിക്കോളൂ എന്നാണ് ആ പ്രവർത്തകനോട് പാലോട് രവി പറയുന്നത്. അതോടൊപ്പം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി മുച്ചൂടും മുടിയുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഇല്ലാതാകുന്ന നിലയിലേക്ക് പോകുമെന്ന് കൂടി അദ്ദേഹം അക്കമിട്ട് നിരത്തിക്കൊണ്ട് പറയുകയാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ ഒരു പ്രശ്നം കൂടി പാലോട് രവി പറയുന്നുണ്ട്. കോൺഗ്രസിലെ പ്രവർത്തകർ മുഴുവൻ BJPയിലേക്ക് പോകുമെന്ന് പറയുന്ന ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം കൂടി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. BJPയിലേക്ക് പോകുമെന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ നേതാക്കളും പ്രവർത്തകരും BJPയിലേക്ക് പോകുന്നത് ഒരു പുതുമയല്ല. നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട BJP നേതാക്കളൊക്കെ പണ്ട് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നു എന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. അതവിടെ നിൽക്കുന്നു. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് കമലേഷ്, ഇനി തിരുവനന്തപുരം DCC പിടിക്കാനുള്ള നീക്കമാണ്. ഇപ്പോൾ തന്നെ M വിൻസെന്റും ഒപ്പം തന്നെ ശിവകുമാറും ഒക്കെ കരുനീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന വാർത്ത അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. അതായത് പുതിയൊരു ഗ്രൂപ്പ് പോരിലേക്ക് DCC പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അടുത്ത അടി തുടങ്ങാൻ പോവുകയാണ്.
മനു, തീർച്ചയായും ഈ വിഷയത്തിൽ ഇപ്പോൾ പാലോട് രവിക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പരോക്ഷമായി വി ഡി സതീശനാണ് ഇതിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് എന്നതാണ് സാഹചര്യം. ഈ കഴിഞ്ഞ 14 DCC അധ്യക്ഷന്മാരെയും മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ 13 പേരെയും മാറ്റാം, തിരുവനന്തപുരത്ത് പാലോട് രവി തന്നെ തുടരട്ടെ എന്ന നിലപാടെടുത്തത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ്, കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. ആ ഒരു സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പാലോട് രവി DCC അധ്യക്ഷനായി തുടരുകയും ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പാലോട് രവിയുടെ രാജി എഴുതി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ, നേരത്തെ തന്നെ പാലോട് രവിയെ മാറ്റണമെന്ന ആവശ്യം പാർട്ടിക്കകത്ത് സജീവമായി വന്നിരുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുണ്ടാക്കുന്ന നിലയിലേക്ക് പാലോട് രവി മാറിപ്പോകുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി പാലോട് രവിയെ മാറ്റണമെന്ന്, അതായത് അതോടൊപ്പം തന്നെ വലിയ നിലയിലുള്ള ഗ്രൂപ്പ് വഴക്കും ഇതിനകത്ത് സജീവമാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ DCC അധ്യക്ഷ പദം പിടിക്കുന്നതിന് വേണ്ടി പാലോട് രവിക്കെതിരെ ചെറിയ ചില പരിപാടികൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായി മാറ്റണം എന്ന തീരുമാനത്തിലേക്ക് വന്നപ്പോൾ ശക്തമായി അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പാലോട് രവിക്കൊപ്പം നിന്നുകൊണ്ട് പാലോട് രവിയെ സംരക്ഷിച്ച് നിർത്തിയത് വി ഡി സതീശനും കെ മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു എന്നതാണ് സാഹചര്യം. പക്ഷേ നിലവിൽ ഇപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ വി ഡി സതീശന് കൂടിയാണ് തിരിച്ചടി ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഇനി ആര് DCC പദത്തിലേക്ക് വരും എന്നത് ഒരു ചോദ്യമാണ്. മറ്റ് പാർട്ടികളെ പോലെയല്ല, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് DCCയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. ആ പദവിക്ക് വേണ്ടിയുള്ള തമ്മിലടിയായിരിക്കും ഇനി അങ്ങോട്ട്. അതായത് ഇതുവരെ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കോൺഗ്രസിനെ അലട്ടിയിരുന്നതെങ്കിൽ DCC അധ്യക്ഷ പദത്ത് മത്സരമോ തെരഞ്ഞെടുപ്പോ വരാത്തത് കൊണ്ട് തന്നെ സേഫായിരുന്നു കാര്യങ്ങൾ. പക്ഷേ നിലവിലെ സാഹചര്യം അതല്ല, പുതിയൊരു DCC അധ്യക്ഷനെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള അതുമായി ബന്ധപ്പെട്ട തമ്മിലടിക്കും കാലുവാരലിനും കൂടി ഇനി കോൺഗ്രസ് പാർട്ടി സാക്ഷിയാകും എന്നതാണ് സാഹചര്യം. മനു, ശരി, നമുക്ക് കാണാം ഇനി എന്തൊക്കെയാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് എന്നത് രസകരമായ കാര്യം തന്നെയാണ്. ഏതായാലും കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കൗതുകകരമായ അന്തം വിട്ട കളികളാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പാലോട് രവി ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരോട് തുറന്നു പറയുന്നു, അത് റെക്കോർഡ് ചെയ്ത് അത് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് എത്തിക്കുന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ രാജി എഴുതി വാങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ എപ്പോഴും പാലോട് രവി പറഞ്ഞ സംഭാഷണങ്ങളിലെ വളരെ ഗൗരവതരമായ പ്രശ്നങ്ങളെ കോൺഗ്രസ് ഏത് രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൽ ഇതുവരെ ഒരു വാക്ക് പോലും പറയാൻ അവർക്ക് കഴിയാതെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതായാലും ഇനി അടുത്ത അടി എന്ന് പറയുന്നത് DCC പിടിക്കാനുള്ള നീക്കങ്ങളാണ്. ഇപ്പോൾ തന്നെ പേരുകൾ സജീവമായി കഴിഞ്ഞു. ശിവകുമാറിന്റെ പേര് കേൾക്കുന്നുണ്ട്, ഒപ്പം തന്നെ M വിൻസെന്റിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇവരിൽ ആര് വന്നാലും അത്ര എളുപ്പമാകില്ല പ്രവർത്തനം എന്നത് ഉറപ്പാണ്. ഏതായാലും പാലോട് രവി കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ അത് സംഭവിക്കുമോ എന്നതൊക്കെ ഇനി നമ്മുടെ മുൻപിലുള്ള കാഴ്ചകളാണ്. അത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം വരും ദിവസങ്ങളിൽ ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടിയായിരിക്കും തേടുക. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിന്, KPCC അധ്യക്ഷന്, മറ്റു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഇതിൽ നിന്ന് മറുപടി പറയേണ്ടി വരും. ഒപ്പം തന്നെയാണ് നമ്മൾ ആദ്യം ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നത്. അതായത് ഇത്രയും ദിവസം അടുത്തടുത്ത ദിവസങ്ങളിൽ നരേന്ദ്രമോദിയെ തുടർച്ചയായി സ്തുതിച്ചിട്ടും ഒരു ചെറുവിരൽ പോലും ശശി തരൂരിനെതിരെ അനക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതിൻ്റെ പേരിൽ പാലോട് രവിക്കെതിരെ മിനിറ്റുകൾക്കുള്ളിൽ രാജി എഴുതി വാങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നരേന്ദ്രമോദിയെ സ്തുതിച്ചാൽ കുഴപ്പമില്ല എന്നതാണോ കോൺഗ്രസിന്റെ നിലപാട്? ആ ചോദ്യങ്ങൾക്കും അവർ മറുപടി പറയേണ്ടി വരും. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പാലോട് രവി പറഞ്ഞ പ്രശ്നങ്ങളിലെ ഗൗരവതരമായ വിഷയങ്ങൾ കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യുമോ, അതോ പാലോട് രവിയെ പുറത്താക്കി തൽക്കാലത്തേക്ക് ആ പ്രശ്നം പരിഹരിച്ചു എന്ന രീതിയിൽ മുന്നോട്ട് പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ് നൽകുന്നുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ. ഒപ്പം തന്നെ രജീഷ്, പണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ പറ്റി വി ഡി സതീശൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നോട്. തീർച്ചയായും ഓർമ്മയുണ്ട്. അന്ന് പറഞ്ഞത് അഴിമതിയുടെ കരിനിഴലിൽ നിൽക്കുന്ന ഒരു സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ എന്നാണ് വി ഡി സതീശൻ അന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, കടുംപെട്ട് ക്യാബിനറ്റ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗവും അന്ന് വി ഡി സതീശൻ കേരളത്തിന് സംഭാവന ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ? കുറേ വിവാദത്തിൽപ്പെട്ട വ്യക്തികൾക്ക് ഭൂമിയൊക്കെ, സർക്കാർ ഭൂമി പതിച്ചു കൊടുക്കുന്ന സമയത്താണ് ആ തീരുമാനം, അല്ലെങ്കിൽ ആ വാക്ക് വി ഡി സതീശൻ നമ്മുടെ മുൻപിലേക്ക് സംഭാവന ചെയ്തത്. അതേ വി ഡി സതീശനാണ് ഇന്ന് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കണ്ണീരൊഴുക്കുന്നതും എന്നതും നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണേണ്ടത് തന്നെയാണ്. അതാണ് കോൺഗ്രസിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.